ഇന്നത്തെ വീഡിയോയിലെ മോനുകുട്ടൻ്റെ OEBSൻ്റെ വിശേഷങ്ങളൊക്കെ പറയാവേ. ഏപ്രിൽ 6 മുതൽ 12 വരെയായിരുന്നു OEBS. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ജപിച്ച് പോകാൻ റെഡിയായി. 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം. മുത്ത് ഇവിടെ ഉള്ള സമയത്താണ് കേട്ടോ. അപ്പോൾ രാവിലെ മുത്ത് കൊണ്ടുവിടാൻ പോവാണ്. മുത്ത് പോയി കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടും. പക്ഷേ ഉച്ചയ്ക്ക് ഇത് കഴിയുമ്പോൾ വിളിച്ചുകൊണ്ട് വരാൻ ഇവിടെ ആരുമില്ല. പിന്നെ ഓട്ടോ ഒക്കെ അറേഞ്ച് ചെയ്താണ് കൊണ്ടുവന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അവർക്ക് കുറേ നേരം കൂട്ടുകൂടി പാട്ട് പാടിയൊക്കെ സന്തോഷമായിട്ട് ഗെയിമൊക്കെ കളിച്ചിരിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പുകളായിട്ടൊക്കെ തിരിച്ചാണ് പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. ആ ഗ്രൂപ്പുകളുടെയൊക്കെ പേരാണ് ഈ എഴുതിയിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം കുഞ്ഞുങ്ങൾക്ക് സ്നേഹ സന്ദേശം നൽകാൻ വന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു മാത്യു സാറ്. സാറിൻ്റെ മോൻ രോഹനായിരുന്നു അന്ന് അവർക്ക് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. എനിക്ക് അവിടെ വെച്ച് സാറിനെ കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ മോനുകുട്ടൻ വൈകിട്ട് വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ OEBSൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു ഇന്ന്. കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടെ ലഘുഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പാട്ടും ഡാൻസും ചെറിയ മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സരം അവിടെ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, OEBSനെ സംബന്ധിച്ചുള്ള റീൽസുകൾ. അതിൽ ഏറ്റവും നല്ല റീൽസിന് ആ ഗ്രൂപ്പിന് പോയിൻ്റ് കിട്ടും. 4 റീൽസുകൾ ഉണ്ടായിരുന്നു മത്സരത്തിന്. നമ്മുടെ സൺഡേ സ്കൂൾ HM ലിജ ടീച്ചറാണ്. ടീച്ചർ എന്നോട് വന്ന് പറഞ്ഞു, ഈ റീൽസൊക്കെ കണ്ടിട്ട് ഒന്ന് മാർക്കിടണം, ഒന്ന് വാല്യുവേഷൻ നടത്തണമെന്ന്. ഞാനിങ്ങനെ റീൽസൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ടീച്ചർ വന്നതിനോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്ക് വാല്യുവേറ്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ലെന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. വേറെ 2 പേരും കൂടി ജഡ്ജ് ചെയ്യാനുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തു. മോനുകുട്ടൻ്റെയും ഗ്രൂപ്പിൻ്റെ ആക്ഷൻ സോങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ വന്നതാണ്. ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു. പിന്നെ ഏറെ പ്രിയപ്പെട്ട കുറച്ച് പേര് ദേ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പിന്നെ ഇവരുടെയൊക്കെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. 2 ദിവസം എൻ്റെ വീഡിയോ കാണാത്തത് എന്താണെന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹം, സന്തോഷം. പിന്നെ ദേ ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാൻ മോനുകുട്ടനെ അവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. കൂട്ടുകാരുടെ കൂടെ അവിടെ ഇരുന്ന് ലാവിഷായിട്ട് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ദേ ഒരു ഐസ്ക്രീമൊക്കെ കിട്ടി. നല്ല എരിപ്പൊരു ചൂടായിരുന്നു പ്രിയങ്ങളെ. അങ്ങനെ ഇത്തവണത്തെ OEBSും കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാം.